എന്റെ മോളുടെയും കാര്യത്തിന് പാവം ഗോകുലിനെ കോടതി കയറ്റുന്നത് എന്തൊരു ക്രൂരതയാ. 10 വർഷം എന്നെ സംരക്ഷിച്ച തെറ്റിനാണോ ആ മനുഷ്യനെ ശിക്ഷിക്കുന്നത്? ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് വരെ എന്നെ നോവിച്ചിട്ടില്ല ഗോകുല്, അറിയോ? ആ ഗോകുലിനെ ഇനി ശിക്ഷിക്കരുതെന്ന് സച്ചേട്ടനോട് പറയണം. മറ്റാര് പറഞ്ഞാലും സച്ചേട്ടൻ കേൾക്കില്ല. ആരതിക്ക് മാത്രമേ സച്ചേട്ടനെ കൊണ്ട് ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റൂ. സച്ചിയോട് ഞാനത് പറഞ്ഞിട്ടില്ലെന്നാണോ അർച്ചന കരുതുന്നത്? ആവർത്തിച്ച് പലതവണ ഞാൻ സച്ചിയോട് ചോദിച്ചു ഇത് വേണോ വേണ്ടിയോന്ന്. പക്ഷെ സച്ചി നിർബന്ധം പിടിച്ചു. സച്ചി എന്റെ അടുത്ത സുഹൃത്താ. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സച്ചി കേൾക്കുകയും ചെയ്യും. പക്ഷെ ഇക്കാര്യത്തിൽ സച്ചി വലിയ പിടിവാശിയില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇത്രയും നാളും കാത്തിരുന്നല്ലേ, ഇനി കുറച്ചു നാൾ കൂടി കാത്തിരുന്ന പോരെ? ഞാൻ തിരിച്ചു വരില്ലേ? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ഗോകുല് തകർന്നു പോരുത്. ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഒരു പിടിവാശ കാണിക്കരുതെന്ന് സച്ചേട്ടനോടൊന്ന് പറയണം. ഇതിപ്പോ സച്ചിയുടെ പിടിവാശിയുടെ മാത്രം കാര്യമല്ല. ഗോകുൽ സാറിന്റെ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യയായ എനിക്കുണ്ടായ മാനസിക വിഷമം എത്രയാണെന്ന് അർച്ചനയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? അതുപോലും സച്ചി പരിഗണിച്ചിട്ടില്ല. പിന്നെ സച്ചിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനകം തന്നെ ആ പാവം സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു കഴിഞ്ഞു. ഇപ്പൊ അമ്മയുടെ അസുഖം കൂടി ആയപ്പോ നില വിട്ടുപോയി. അന്ന് വീട്ടിൽ വന്നപ്പോ തന്നെ അമ്മയുടെ സമനില കൈവിട്ടു പോയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായതാ. അമ്മയ്ക്ക് മുമ്പിൽ ഒന്നും ഓർമ്മയില്ലാത്തവളെ പോലെ അഭിനയിക്കേണ്ടി വന്നപ്പോ സത്യം പറഞ്ഞ എന്റെ മനസ്സാകെ തകർന്നു പോയാരുതി. അപ്പോ അർച്ചനയ്ക്ക് ഊഹിക്കാമല്ലോ സച്ചിയുടെ മാനസികാവസ്ഥ.